വിസു വ്ളോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ മലാക്കും ജിത്തും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ട്രിപ്പാണ്, പാക്കേജ് ട്രിപ്പാണ്, ഹിന്ദിക്കാരന്മാരെ കൊണ്ടുള്ള ട്രിപ്പാണ്. ഇതൊരു വെടിക്കെട്ട് ട്രിപ്പായിരിക്കും. പക്ഷേ സംഭവം എന്തെന്നറിയാമോ, ഈ 34 പേരിൽ കിച്ചൺ ടീം പ്രത്യേകമുണ്ട്. അത് കഴിഞ്ഞാണ് പാർട്ടി പറഞ്ഞത്. ഒരുപാട് ലഗേജ് ഉണ്ട്. ബാക്കിൽ നിന്നൊരു ദോസ്തിൻ്റെയോ വല്ല ആപ്പ് വിളിച്ച് കൊണ്ടുവരാനുള്ള ലഗേജ് ഉണ്ട്. അപ്പം ജിത്തു ലഗേജ് ഒന്നും ജിത്തു എടുത്ത് വയ്ക്കുന്നില്ല. കിച്ചൺ ടീമാണ് ലഗേജ് വയ്ക്കുന്നത്. അപ്പോൾ ജിത്തുവിൻ്റെ പാതി ശമ്പളം കിച്ചൺ ടീമിന് ഞാൻ വീതം വെച്ച് കൊടുക്കും. ഇതാ കണ്ടില്ലേ, ജിത്തു ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ലഗേജ് എല്ലാം കയറ്റി ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന ജിത്തുവിനെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ലഗേജ് ഒന്നും കയറ്റിയിട്ടില്ല. അതായത് ലഗേജ് നമ്മളെ കിച്ചൺ ടീം കയറ്റണ കണ്ട് നിന്ന് തളർന്ന ജിത്തുവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് ഈ പാർട്ടിയിലെ കുറച്ച് ബാഗും കാര്യങ്ങളുമൊക്കെ തൂക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ കറങ്ങി നിൽക്കുകയാണ്. അത് കിച്ചൺ ടീം എടുത്ത് വയ്ക്കുമെന്ന് പറയും. നിന്റെ ശമ്പളം സത്യത്തിൽ പറയണം, നിന്റെ ശമ്പളം ആയി അതിൽ നിന്ന് 2000 രൂപയെങ്കിലും എടുത്ത് മാറ്റി കിച്ചൺ ടീമിന് 500 വെച്ച് ഞാൻ കൊടുക്കും, ഉറപ്പാണ്. അതെടുത്ത് പോയി എവിടെ വെച്ച് നിനക്കതുകൊണ്ട് ഇത് പാത്രം ഇല്ലേ? പാത്രം എവിടെ നിന്നുണ്ട് കൂടെ? ഇവര് പാത്രം ആകാ ആര് വെച്ച് എവിടെ എവിടെ എവിടെ? അത് വീഡിയോ എടുത്തിട്ട് വയ്ക്കരുത്, അവര് വയ്ക്കാത്തത്. ചിത്തൂര് നീ ഇതിനകത്ത് കിടന്ന് ഇത്ര കാലം പിന്നെ എന്തോ മറ്റേ ത്യാഗ ഉണ്ടായിക്കൊണ്ടിരുന്നതാ ലഗേജ്. കോളേജ് ഓട്ടം പോകുമ്പോ ജിത്തുവിന് കോളേജ് പിള്ളേരെ ലഗേജ് വാച്ച് വയ്ക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ ഇതേപോലത്തെ വെയിറ്റുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ജിത്തുവിന് ഉടനെ വയ്യാതാവും. ഗായ്സ്, അടുത്ത 2027 ആകുമ്പോഴെങ്കിലും ജിത്തുവിന് സൈസ് വെച്ച് വണ്ണം പൈപ്പിച്ച് ആരോഗ്യമുള്ള ഒരു ജിത്തുവിനെ നമുക്ക് കാണണം. ഇപ്പൊ ജിത്തുവിന് 18.5 വയസ്സായേ ഉള്ളൂ. അത് പൊങ്ങി കേട്ടോ, അത് പൊങ്ങി. എവിടെ കാണീര് വളർച്ചയില്ലടാ, വളർച്ചയില്ല. നിന്നെ എങ്ങനെയാടാ സഹിക്കുന്നത് ജിത്തു? നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല. നീ ആഹാരം കഴിക്കണം. വണ്ണം വയ്ക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കൈയും കാലും വെച്ച് ആദ്യം മിണ്ടാതെ കിടക്കണം. ഇല്ല വണ്ടി ഇടയ്ക്കിടയ്ക്ക് കുലുക്കുന്നുണ്ട് രാത്രി കിടന്നിറങ്ങുമ്പോ. ഗായ്സ്, വേറെ ഒന്നുമല്ല ഗായ്സ്, ഞാൻ വീഡിയോ എടുക്കും. രാത്രി ഞാൻ CCTV ഇതിനകത്ത് വെച്ചിട്ട് ഓണാക്കി ഇട്ടിട്ട് ലൈറ്റ് വിട്ട് കിടക്കും. രാത്രിയെ CCTV വെച്ചിട്ട് വേണം ഞാൻ കിടക്കുള്ളൂ. അത് ഓണാക്കിയിട്ടേ നീ എന്തിനാണ് അകത്ത് കാണിക്കുന്നതെന്ന്. ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് മൂന്നാർ തേക്കടിയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് നമ്മളെ കന്യാകുമാരി കാണിച്ച ഒരു ട്രോപ്പാണ്. അപ്പം എന്താകുമെന്ന് അറിഞ്ഞൂടെ. സൂപ്പറായിരിക്കും ട്രിപ്പ്. ഇന്നലെ നമ്മളെ ചെറുക്കൻ്റെ പൂജ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ പൂജയൊക്കെ ചെയ്തു. അതാണ് ഈ കുറിയൊക്കെ ഇട്ടയ്ക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടോപ്പിലേക്ക് ഇളക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടോപ്പിലേക്ക് ഇളക്കി. ഇനി വയ്ക്കണം. ഇനി ഒരു കോളേജ് ഓട്ടോ ഒക്കെ വരുമ്പോൾ വയ്ക്കണം, നല്ല ലുക്കിൽ പോകാൻ വേണ്ടി. നമ്മളെ ചിക്കൻ ടീം ജിത്തുവിൻ്റെ ശമ്പളം ഇവർക്കാണ് ഞാൻ വീതം വെച്ച് കൊടുക്കാൻ വേണ്ടി പോകണം. ആ ഇരിക്കുന്ന ചേട്ടനൊക്കെയാണ് കണ്ട കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. കൊണ്ട് കാണിച്ചതിന് ശേഷം ഇവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. നമുക്ക് സ്റ്റേ ഗ്രാൻഡ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മൂന്നാർ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള റിസോർട്ടിലാണ്. സൈഡ് നോക്കാനായിട്ട് സൈഡ് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, സൈഡ് വേണം നോക്കാൻ, വേറെ എവിടെ നോക്കല് വളയ്ക്കട്ടെ. നമ്മൾ മൂന്നാറിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഓട്ടോ ഇല്ല. ഇന്ന് നമ്മൾ വരണ വഴിയിൽ ഒരു വാട്ടർഫാൾസ് ഉണ്ടല്ലോ, അതും കാണിച്ച് നേരെ റൂമിലാണ്. ഇതാണ് റൂം, ബാക്കിൽ കാണിച്ചു തരാം. പാരഡൈസ് എന്ന് പറയുന്ന ഈ റിസോർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതാണ് നമ്മളെ പാർട്ടി ഇന്ന് വന്ന് എടുത്ത റൂം. നല്ല പാർട്ടി. അവർക്ക്
അവരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചെറുക്കൻ താഴെ കിടക്കണം. എൻ്റെ ചെറുക്കൻ്റെ ഒരു കൂമ്പാരത്തിൻ്റെ മേളിലോട്ട് ഒരു ചല്ലിക്കൂമ്പാരത്തിൻ്റെ മേളിലോട്ടാണ് കയറ്റിയിട്ട്. അതിൻ്റെ ഫ്രണ്ടാണെങ്കിൽ നല്ല താന്നിരിക്കുന്നത്, ലിപ്പ് പിടിക്കുക. ലിപ്പ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പിടിച്ചാൽ ലിപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ജിത്തു അകത്ത് ഉത്തരവാദിത്തത്തോടെ വണ്ടിക്കകത്ത് കർട്ടനൊക്കെ പിടിച്ച് കെട്ടി എല്ലാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ണൻ ചേട്ടൻ പഠിപ്പിച്ച കാര്യമാണ് നമ്മളെ ഭാഷാ കണ്ണൻ. മുമ്പ് ബെക്കാടി കണ്ണനായിരുന്നു, ഇപ്പം ഭാഷാ കണ്ണനായി. അപ്പോൾ കണ്ണൻ ചേട്ടൻ പഠിപ്പിച്ച കാര്യമാണ് വണ്ടി കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ഇറങ്ങിപ്പോയതിന് ശേഷം കർട്ടൻ പിടിച്ച് കെട്ടി ഹാൻഡിൽ റെസ്റ്റ് നൂത്ത് വെച്ച് അകത്തുള്ള ചവറും കാര്യങ്ങളും എല്ലാം വാരി മാറ്റണം. അഥവാ ഈ പടത്തൊലിയോ ഓറഞ്ചിൻ്റെ തൊലിയോ കടല വരാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിടന്ന് കഴിഞ്ഞാൽ സ്മെല്ലെടുക്കും. അപ്പോൾ അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ഇതെല്ലാം വാരി മാറ്റി കർട്ടനൊക്കെ പിടിച്ച് കെട്ടി സെറ്റാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജിത്തുവിനെ അത് ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യിപ്പിക്കും. അത് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട കടമയാണ്. അതവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഈ മറ്റേ ചല്ലിക്കുമ്പാരത്തിൻ്റെ മേളിലിട്ടതിനോണ്ട് ഫ്രണ്ട് കണ്ട താന്നിരിക്കുന്നത്. ഫ്രണ്ട് ഭയങ്കര താന്നിരിക്കുകയാണ് ചെറുക്കെ. ടോപ്പിലേറ്റൊക്കെ വരുന്നതുകൊണ്ട് അവന് വിഷമമുണ്ട്, മലാക്കിന് ഉള്ളിൽ വിഷമമുണ്ട്. അയ്യോ എൻ്റെ തലയിൽ മേറ്റിരുന്ന കീടമൊക്കെ എടുത്ത് മാറ്റിയല്ല. ഡേയ് വച്ചു തരാം മലാക്ക്, ഒന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, വച്ചു തരാം. ചെമ്പൂക്ക് രതീഷുണ്ടാ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല നീ കർട്ടനൊക്കെ പിടിച്ചു കേട്ട് വന്നേ, ഞാൻ പറയാം, നീ കർട്ടനൊക്കെ പിടിച്ചു കേട്ട് കണ്ട ഹാൻഡിൽ റെസ്റ്റൊക്കെ നൂത്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറയും പോലെ ഇത് 10-15 വട്ടം കുനിച്ച് നിർത്തി ഇടി കൊടുത്ത് പഠിപ്പിച്ച് ശീലമാക്കി എടുത്തതാണ്. തൂക്കണ്. അങ്ങനെ ഞാൻ അതിങ്ങനെ പയ്യെ അവന് കാര്യങ്ങൾ പഠിപ്പിച്ചാണ്. അപ്പം ഇതിപ്പോൾ പേടി കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, ചെയ്തില്ലെങ്കിൽ ഞാൻ വന്ന് അകത്ത് കയറുന്ന നേരത്ത് ഇടിച്ച് നോക്കും, ഇടി മേടിച്ച് ചെയ്യും. അങ്ങനെ ഇരുട്ടായി, നല്ല തണുപ്പായി. ജിത്തുവിൻ്റെ ഹിന്ദിക്കാരൻ ചേട്ടന്മാർ നൂഡിൽസ് തരാമെന്ന് പറഞ്ഞ് ജിത്തു ഇങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ജിത്തുവിൻ്റെ ചേട്ടന്മാർ ജിത്തുവിന് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജിത്തുവിന് നൂഡിൽസ് കൊടുത്ത് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജിത്തു. ഞാൻ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ? കുറച്ചുകൂടെ പറയട്ടോ? ചേട്ടന്മാർ വാങ്ങിച്ചു തരും. നമ്മൾ നൂഡിൽസ് കഴിക്കട്ടെ. അപ്പോൾ ഗായ്സ് അവർ നൂഡിൽസ് തന്ന ശേഷം വീണ്ടും നമ്മൾ ആഹാരം കഴിക്കാൻ വിളിച്ചു. ഇപ്പം 10-10:30 ഇപ്പോഴും ആഹാരം കഴിക്കാൻ വിളിച്ചു. ഇപ്പം ചോറ്, മീൻ പൊരിച്ചത്, പിന്നെ കോളിഫ്ലവർ പൊരിച്ചത്, പിന്നെ ഡാൽ കറി, അങ്ങനെ എന്തൊക്കെ ഉരുളക്കിഴങ്ങ് മെയിനാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വാരിത്തരും. ഇവനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് ഭയങ്കര വെടിയും പുകയും. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വ്ളോഗിൽ ജിത്ത് വരാത്തത് ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യമാണ്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഇപ്പം സംഭവം എന്ന് പറയുമ്പോൾ ഗൈസ്, നമ്മളവിടെ പള്ളി പെരുന്നാളായിരുന്നു. ഡേറ്റ് പറ. 26 തീയതി നമ്മളവിടെ പള്ളി പെരുന്നാളായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഞാനും +1 +2 ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും പോയിട്ടുണ്ട് പള്ളി പെരുന്നാളിന്. ആ ഒരു പെരുന്നാളിൻ്റെ ദിവസം വൈകിട്ട് കുളിച്ച് ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി, എന്തിന് പിള്ളേരെ കാണാൻ, പെൺപിള്ളേരെ കാണാൻ റോഡിൽ കൂടെ പോകണം. എല്ലാവരും പോവും, ഞാനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് വലുതായെന്ന് അല്ലേ, പ്രാരാബ്ധങ്ങളായി, വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്കതിന് സമയമില്ല. പക്ഷേ സമയം കണ്ടെത്തി പോകുന്ന ഒരാൾ നമ്മൾ കൂടെയുണ്ട്. ഈ നിൽക്കുന്ന ഡെപ്പയോളി. ഇങ്ങോട്ടില്ലടാ വ്യക്തമാക്കി പറയണം. ഇവ 26 തീയതി ലീവ് എടുത്ത് പൈസ എന്തായാലും പോയിട്ട് വന്നാൽ 4,000 ശമ്പളം വീഴും. 4,000 രൂപയൊക്കെ വേണ്ടാന്ന് വെച്ച് പിള്ളേരെ കാണണം. അങ്ങനെ അന്നത്തെ ദിവസത്തേക്ക് പുതിയ ജീൻസ്, പുതിയ ഷർട്ട്, പുതിയ ജട്ടി ഉൾപ്പെടെ വാങ്ങിച്ച്, ഷൂ എല്ലാം വാങ്ങിച്ച്, മുടിയൊക്കെ നേരത്തെ വെട്ടി, 3-4 വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയി. എല്ലാം ഇട്ട് രാത്രി പനാർക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് പള്ളി വരെ, പള്ളിയിൽ നിന്ന് പനാർക്കുന്ന് ജംഗ്ഷൻ വരെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു 25 വട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ്. ഓരോ വാക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു തീരെ സ്കെച്ച് ചെയ്ത് അതിൻ്റെ ബാക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അടുത്ത് അവിടെ നിന്ന് പള്ളിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് തന്നെ സ്കെച്ച് ചെയ്ത് അവിടെ ഇങ്ങോട്ട് വരും. കാട്ടുകോഴി. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ വരാതിരുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ അതുകൊണ്ടാണ് ഇവ ഇല്ലാതിരുന്നത്. അത് തക്കതായ കാരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല, ഇതായിരുന്നു തക്കതായ കാരണം. പുക വേണം. ബാക്കിൽ കൂടെ പോണ്, ബൈക്ക് കൂടെ പോണ്. ഗൈസ്, അപ്പം രാവിലെ മൂന്നാർ 2ാമത്തെ ദിവസം
ഞാൻ ഉറക്കമൊക്കെ എണീറ്റ്. അപ്പം ജിത്തു ഉറക്കം എണീറ്റില്ല. ജിത്തുവിനെ നമുക്ക് പോയി വിളിക്കാം. അദ്ദേഹം പതച്ചു മുടി കിടക്കുകയാണ്. ഗായ്സ്, അദ്ദേഹം ഉറക്കത്തിലാണ്, ഉറങ്ങുകയാണ് അദ്ദേഹം. ഇവിടെ തല കാരിവിടെ തന്നെ തല ഇവിടെ. ഓ ഗായ്സ്, ജമ്മു രതീഷ്, ഇതാ മൈലാമുട് കിങ്, ദ പാലി സൺ. ഡേ എൻ്റെ വാടാ, ഡേ നിന്റെ ഹിന്ദു ചേട്ടന്മാർ നിന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നു. വാ ഇത് വാടാ, വേണ്ടി ഗായ്സ്. അങ്ങനെ ജിത്തു ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഇന്ന് ജിത്തുവിന് ഇതൊക്കെ എവിടെ നിന്നാ മൂടുന്ന തുണി യാവിൻ്റെ നടിച്ചോണ്ട് വന്നത്? കൊണ്ടുവന്നാ എടാ കാപ്രയോളി, ഞാൻ അവിടെ തണുത്ത് വിറച്ച് കണ്ടി കിടക്കും. നീ മൂടാൻ തുണി എല്ലാം കേട്ട് ഓയ് അടാ എൻ്റെ ചായ കുടിക്കും. തേയില കുടിച്ചിട്ട് അവൻ്റെ ബാത്റൂം പോയി തുളച്ചിട്ട് വാ. ഞാൻ എൻ്റെ ബെഡ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബെഡ് എപ്പോഴും എൻ്റെ ക്യാബിനാണ്. ഞാൻ എൻ്റെ ക്യാബിനിലേ ഞാൻ കിടക്കുകയുള്ളൂ. അത് ഞാൻ എൻ്റെ ക്യാബിനിൽ കിടന്നേ ഉറങ്ങുള്ളൂ. ഞാൻ എത്ര തണുപ്പായാലും റൂം പാക്കേജ് പോകുമ്പോൾ കിട്ടും. അല്ലാത്തപ്പം ഞാൻ വണ്ടിക്കകത്ത് കിടക്കില്ല, ഞാൻ ക്യാബിനിലേ കിടക്കുകയുള്ളൂ. എൻ്റെ ബെഡും എൻ്റെ റൂമും എല്ലാം എൻ്റെ ക്യാബിനാണ്. എൻ്റെ ക്യാബിനാണ്. ഇത് മൂടാ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു കൈരി എടുത്ത് വെച്ച് മൂടിയതാണ് ഗൈസ്. കണ്ടില്ലേ, ഞാൻ ഇവിടെ കിടക്കും. സീറ്റൊക്കെ മടക്കി വെച്ച് അതിൻ്റെ പുറത്ത് എൻ്റെ കുഷനൊക്കെ എടുത്തിട്ട് കാലൊക്കെ നീട്ടി ഇവിടെ വെച്ച് സുഖമായിട്ട് ഞാൻ ഇവിടെ കിടക്കും. ഇതാണ് എൻ്റെ ബെഡ്, എൻ്റെ റൂം, ഇതെല്ലാം. അത് ജിത്തുവിൻ്റെ റൂം, ഇതെൻ്റെ റൂം. നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് ഗൈസ്. ഒരു രക്ഷയില്ല ഇവരെ ഫുഡ്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയതും കൊള്ളായിരുന്നു, ഇന്നത്തതും പൊളി. ഞാൻ കാണിച്ചു തരാം. ജിത്ത് കൈ കഴുകാൻ പോയിരിക്കും. കണ്ടോ, ഇവർക്ക് കിച്ചൺ ടീമുണ്ട്. അവരാണ് ഉണ്ടായിരുന്നത്. സാധനം എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ഇനി ഫുഡ് അടിക്കുന്ന വീഡിയോ കൂടുതൽ കാണിക്കണമെന്നൊന്നും നിങ്ങൾ പരാതി പറയില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചു. ഒരു രക്ഷയില്ല, സൂപ്പർ സൂപ്പർ. ഞാൻ ജിത്തുവിന് പൂരി കൊടുക്കൂല, ഞാൻ കഴിക്കില്ല. പൂരിക്കകത്ത് ഒരു മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. സാധനം പൊടി. ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് ഇവരെ മെയിനാണ്. ഇത് ഉരുളക്കിഴങ്ങാണ്. സാധനം കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. നീ കഴിച്ചോ? കൊള്ളാം. ഞാൻ കഴിച്ചില്ലല്ലോ, കഴിക്കുന്നതിന് മുമ്പേ കൊള്ളാമെന്ന് പറയാം. കഴിച്ചോക്കൂടെ? അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ അവരെ സൈഡ് സീൻ കൊണ്ട് കാണിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നേരെ എക്കോ പോയിൻ്റാണ്. എക്കോ പോയിന്റ് കാണിച്ച് അവിടെ നിന്ന് കുണ്ടള ഡാം, ആട്ടുപട്ടി ഡാം, അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ച് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കണക്കിന് ഹോട്ടലിലെത്തണം. അതുകൊണ്ട് അവരെ പ്ലാനിങ് എന്തായാലും കൊള്ളാം. ആദ്യം എക്കോ പോയിന്റ് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. ആദ്യം നമ്മൾ നേരെ എക്കോ പോയിന്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മൂന്നാർ നല്ല വെയിലത്ത് പച്ചില പാടങ്ങളെല്ലാം പച്ചയായി നിൽക്കുകയായിരുന്നു.
മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തേക്കടിയാണ് പോണത്. മൂന്നാറിൽ നിന്ന് രാവിലെ പാർട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും. അവർ കിച്ചൺ ടീമൊക്കെ കൂടെ ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ദേവികുളം വഴിക്ക് നമ്മൾ തേക്കടി വെക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു തേയിലത്തോട്ടം വ്യൂ ഉള്ളിടത്ത് അവർക്കൊന്ന് സ്ഥലങ്ങളൊക്കെ കാണിക്കുക, ഇറക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കും ആ തേയിലത്തോട്ടം കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ സംഭവം നമ്മളാ മറയൂർ കയറുമ്പോഴും നല്ല കിടിലായിട്ടുള്ള തേയിലത്തോട്ടമുണ്ട്. അതേപോലെ ദേവികുളം വഴിക്ക് തേക്കടി പോണ വഴിക്കും നല്ല കിടിലായിട്ടുള്ള തേയിലത്തോട്ടമുണ്ട്. അപ്പം ജിത്തുതയുടെ ഉണ്ട്. രാവിലെ 3 പൂരിയേറ്റ കൊടുത്ത് അവൻ എക്സ്ട്രാ 2 പൂരി ആയിട്ടപ്പോഴും കറി മാത്രം കൊണ്ടു കൊടുത്തിട്ട് പൂരി കൊടുത്തില്ല. എന്നിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞ് രാവിലെ വിഷമത്തിലാണ് അവന് കറി കൊടുത്ത് പറ്റിച്ചത്. ആ ഗൈഡിൻ്റെ ഇടയ്ക്ക് നടന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ഞാൻ കാണിച്ചു തരാം. വേറെ ലെവൽ പക്ക വ്യൂ ആണ്. കണ്ട തേയിലത്തോട്ടം, മലയോരങ്ങൾ. ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുന്ന എന്തിന് ആർക്കും കൊടുക്കുക ഗൈസ്. ഓ ആ താർന്നു ആച്ചെന്നാ ഗൈസ്. താ കണ്ടില്ല ഗൈസ്, ഫുള്ള് നല്ല കിട്ടില്ല. ഫോട്ടോ എടുക്കുക. ആദ്യം ഞാൻ എൻ്റെ ഗൈസിന് കാണിക്കട്ടെ. എടേ നീ ഫോട്ടോ എടുത്തിട്ട് എന്തിനു ചെയ്യാൻ? ഇന്നലെ രാത്രി അടിച്ചു കളഞ്ഞല്ല. ജിത്തു അങ്ങനെ വിഷമത്തിലാണ്. ഇന്നലെ ജിത്തുവിൻ്റെ പിന്നെ കുറേ കാലത്തെ എല്ലാം പോയി. എന്നത് ഇല്ല, ഇന്നലെ ജിത്തു കരച്ചിലായിരുന്നു. ഏറ്റവും ബാക്ക് സീറ്റിൽ കിടന്ന് ഞാൻ നോക്കിയപ്പോൾ ജിത്തു കിടന്ന് കരയുന്ന ശബ്ദം കേട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ അപ്പോൾ ജിത്തു നെഞ്ചിലിടിച്ച് കരയാണ്. നോക്കിയപ്പം ജിത്തുവിൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ജിത്തുവിനെ വിട്ട് പോയി. പക്ഷെ ഞാൻ ജിത്തുവിനെ മോട്ടിവേറ്റ് ചെയ്തു. ജിത്തു കടലിൽ മീൻ ഒരുപാടുള്ളതുപോലെ കേരളത്തിൽ ഒരുപാട് മീനുകളുണ്ട്. ഒരു മീൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത മീൻ നമുക്ക് എടുക്കാം. അതുകൊണ്ട് നീ കരയേണ്ട കാര്യമില്ല ജിത്തു. നിനക്കുള്ളത് വരും ജിത്തു, നിനക്കുള്ളത് വരും ജിത്തു. നമുക്ക് നാരിയിൽ പണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. നമുക്ക് ജിത്തു ഒരു കാര്യം, മറ്റേ അവരൊരു സാധനം വാങ്ങി തരാന്ന് പറഞ്ഞില്ല. നാരിയിൽ അത് എന്തോന്ന് നാരിയിൽ പനി എന്ത് പഠിച്ചു. ചെറുക്കത ഇവിടെയുണ്ട്, മുട്ടയടിച്ചിരിക്കുകയാണ്. ഞാനും ജിത്തുവും അവർ നാരിൽ പനി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അത് ഓസിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരിക്കൽ വിളിച്ച് അതുവഴി 2 റൗണ്ട് നടന്നു. ചിലപ്പോൾ വിളിച്ച് അവർ തന്നെ പൈസ കൊടുക്കുക പറയുന്നത് വാങ്ങിച്ച് നമ്മൾ നക്കിയുള്ള അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇവിടെ വിളിക്കുന്നില്ലല്ലോ. അത് തന്നെ നമുക്കുള്ളത്. ജിത്തു നീ ഇരുന്ന് കരിക്ക് നല്ല സൈസുള്ള നോക്കി 2 ഏത് വേണം? സൈസുള്ളത്. ഓ അങ്ങനെ. ഓ ശരി. അത് 2 കയ്യിൽ പിടിക്കാൻ കണക്കിനുള്ളത് എനിക്ക് ഞാൻ വേറെ പറയും. എനിക്കുള്ള സൈസ് ഉള്ളത് വേണമെന്ന് പറഞ്ഞാൽ 2 കയ്യിലും പിടിച്ച് പിടി, നല്ല രീതിയിൽ പിടിച്ച് ചൂപ്പ്. നമുക്ക് ഓസിന് കിട്ടി കരുക്ക് വെള്ളം. എൻ്റെ മലാക്കിനൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലല്ലേ ഗൈസ്. അപ്പം നമ്മൾ തേയിലത്തോട്ടം വ്യൂ ഒരു രക്ഷയില്ല, സെറ്റാണ്. അന്ന് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഈ നമ്മൾ കടലിൽ ചെന്ന് നമ്മൾ തിരയണ്ണി മടുക്കൂലോ എന്ന് പറയും പോലെയാണ് ഇതിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നീ ഇതുവരെ കഴിച്ചിരുന്നില്ലേ? എന്തിനാ കഴിക്കണേ? തട്ടി ഇവിടെ തന്നെ രാവിലെ ആ പല്ലുള്ള കമ്പി ടൈറ്റ് ചെയ്താ കൊണ്ടുപോയി. എന്താ പറഞ്ഞ് എത്ര ഇഞ്ച് കയറ്റി അകത്തോട്ട്? എത്ര ഇഞ്ച് കയറ്റി? മുമ്പ് ഇവനെ വീട്ടിൽ ഇവൻ്റെ അമ്മ മറ്റേ ചിരവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വിഷമായടാ പറയത്. ഇല്ലല്ലേ താഞ്ചത്തിന് അങ്ങനെ കളിയാക്കില്ല. ഇതൊക്കെ മാറ്റി നമുക്കൊരു സ്വർണ്ണം ആക്കണ്ടേ? ഓ പിള്ളേരെ വളയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടേക്കണം. സൂപ്പർ. നമ്മളൊരു ചെറുക്കെന്താ ഓക്കലൊക്കെ ഇട്ട് വരെയാണ്.
ആലപ്പുഴ വന്നിരിക്കുകയാണ്. തേക്കടി പോയിരുന്നത്. തേക്കടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാവുന്നില്ല. അതുകൊണ്ടാണ് തേക്കടിയിൽ നമ്മൾ റൂമിൽ കൊണ്ട് ആളെ വിട്ടതിന് ശേഷം അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരിടവും നമ്മൾ പോയില്ല. അതുകൊണ്ടാണ് വെറുതെ അവിടെ കാണിച്ച് നിങ്ങളെ ബോറാക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ആലപ്പുഴയിലാണ്. അവരെ ബോട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവിട്ടൊക്കെയാണ്. അപ്പം രാവിലെ ഒന്നും കഴിച്ചില്ല. പോയി ഒരു നാരങ്ങ സോഡ കുടിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നാരങ്ങ സോഡ ആണല്ലോ, നല്ല ചൂട്. വണ്ടിക്കകത്താണെങ്കിൽ ആവി. മൂന്നാറിൽ തണുപ്പായിരുന്നു, അത് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചൂട്, ആവി. അപ്പം ജിത്തുവിന് ഉപ്പിട്ടൊരു നാരങ്ങ സോഡ വേണമെന്ന് ജിത്തു പറഞ്ഞു. അപ്പോൾ ജിത്തുവിന് നാരങ്ങ സോഡ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഒരെണ്ണം മതിയാ, രണ്ടെണ്ണം വേണം. അപ്പോൾ അതും കുടിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടിക്കകത്തിരുന്നതാണ്. ഇതിൻ്റെ ചുറ്റും ആലപ്പുഴയാണ്, ചുറ്റും പല കാഴ്ചകളും കാണും. ബോട്ട് കാണും, അതിൻ്റെ കൂടെ വേറെയുള്ള പല അതും കാണും. അതൊന്നും വായി നോക്കാൻ പോകാതെ വണ്ടിയിൽ വന്നിരുന്നോ. ഓ, അതിന് വേണ്ടി അല്ലേ. അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കോണം കേട്ടല്ല. പറയാൻ പറ്റില്ല, ഇവൻ്റെ കണ്ണ് എവിടെയൊക്കെ പോകുന്നേ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നാരങ്ങ സോഡ കുടിക്കുകയാണ്. ഒരെണ്ണം ഉപ്പും ഒരെണ്ണം പഞ്ചസാരയാണ്. എനിക്ക് പഞ്ചസാര, ജിത്തുവിന് ഉപ്പ്. നമ്മൾ സോഡ നാരങ്ങ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കാറ്റും കൊണ്ട് നമ്മൾ ബോട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലേ ഹൗസ് ബോട്ട്. നല്ല കിടിലൻ ഹൗസ് ബോട്ടുകൾ ഒരുപാടുണ്ട്. നമ്മളെ പാർട്ടിനെ രാവിലെ അവർ കൊണ്ടുപോയി. യാത്രക്കാർ ഇല്ലേന്ന് ഒരു പയ്യൻ വന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തേക്കുന്നു. യാത്രക്കാരുണ്ട്, ഒരു യാത്രക്കാരനാണ് ഇതായിരിക്കുന്നത്. ജിത്തു നല്ല കാറ്റല്ലേടാ ജിത്തു. ഓ, ഇത്രയും നല്ല കാറ്റുള്ള സ്ഥലം ഉണ്ടായിട്ടാണ് വണ്ടിക്കകത്ത് ആവി ഏറി അതിനകത്ത് ഈ അവിക്കായിട്ടേക്കും പോലെ ഇരുന്നത്. എൻ്റെ പുന്നോ, വിയർത്തോണ്ടിരുന്നു. ഇപ്പം എന്ത് സുഖം, സമാധാനം, ആശ്വാസം. അപ്പം ജിത്തുവിനും ആശ്വാസം കിട്ടിയ ജിത്തു ഇനി ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ബിസിയാണ് രാവിലെ തൊട്ടേ. അവന് ഒരുപാട് പേരുണ്ട്. അപ്പം ഒരുപാട് പേരുണ്ട്. അപ്പം ബിസിയാണ് അവൻ. സമാധാനം കേട്ടോ, നല്ല കാറ്റ്. നമ്മളിതാ കോളം എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളങ്ങനെ 31-ന് നമ്മൾ ആളെ എടുത്ത് നമ്മൾ ആലപ്പുഴ പോയി, തേക്കടി പോയി, മൂന്നാർ പോയി, എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ കോളം എത്തിയിരിക്കുകയാണ്. നമ്മളെ പാർട്ടീസൊക്കെ വണ്ടിക്കകത്തുണ്ട്. വണ്ടി ഫുള്ള് ലൈറ്റിൽ മുങ്ങിയിരിക്കുന്നത്. അപ്പം ചേട്ടൻ വന്ന് നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ സ്ഥലത്തായതുകൊണ്ട് ചേട്ടൻ വന്ന് വണ്ടി ഇതാ ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാർട്ടീസാണ് ആ വണ്ടിയുടെ ചുറ്റും നിൽക്കുന്നത്. നമ്മളെ കോളത്ത് അങ്ങോട്ട് വണ്ടി ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഉള്ളു. ഇവിടെ നിന്ന് അവർ ഓട്ടോയിൽ കയറിപ്പോവും. രംഗയെ കാണണമെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ വന്ന് കമൻറ്റ് ചെയ്ത്. അപ്പം രംഗേനെ ഞാനും ഇന്നാണ് കാണുന്നത്. വണ്ടി പോർട്ടിൽ കയറ്റിയതിന് ശേഷം ഇന്നാണ് കാണുന്നത്. വണ്ടീനെ സർവീസിന് കൊണ്ടുവന്ന് കാണിച്ചു തരാം രംഗേനെ. നമ്മളെ രംഗ അങ്ങനെ രംഗേനെ ഇന്ന് കണ്ട്. എത്ര ദിവസമായെന്ന് അറിയാം, ഏകദേശം 2 മാസത്തോളമായി ഈ വണ്ടീനെ കണ്ടിട്ട്. എടുത്തൊരു 3 ദിവസം 4 ദിവസമായിട്ടാണ് കണ്ടത്. അത് തന്നെ അല്ലാതെ ഇന്നാണ് നമ്മളെ രംഗേനെ നമ്മൾ കാണുന്നത്. ചേട്ടൻ എല്ലാ ദിവസം കാണും. ചേട്ടൻ ലോഹിച്ചിന് ചേട്ടൻ ആഴ്ച തോറും വണ്ടി 2 ആഴ്ച കൂടുമ്പോൾ വണ്ടി പോർട്ടിലല്ല ഇട്ടേക്കണം. അപ്പം ഉപ്പ് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കണോണ്ട് സർവീസ് ചെയ്ത് ഓയിലൊക്കെ അടിക്കും. ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓയിലെല്ലാം വാങ്ങിച്ചു വെച്ചേക്കാണ്, കാണിച്ചു തരാം. ഈ വണ്ടിയിലൊക്കെ ഓയിൽ മാറിയിട്ട് മിച്ചം പറഞ്ഞ ഓയിലാണ്, കറുത്ത ഓയിൽ. ഈ ഓയിൽ വണ്ടിയുടെ അടിയിലും പിന്നെ വീലിൻ്റെ ഈ റാക്കിൻ്റെ അകത്തില്ല, ഈ സൈഡിലും അടിയിലും എല്ലായിടും അടിക്കും. ഗ്രീസ് അടിക്കും എന്ന് പറഞ്ഞാൽ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉപ്പുകാറ്റുള്ള സ്ഥലത്തിട്ടേക്കുന്നതാണ്. വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിട്ടിരിക്കും വണ്ടി. അപ്പോൾ നമ്മളെ രംഗേനെ നമ്മൾ അങ്ങനെ കണ്ടു. രംഗയ്ക്ക് വർക്കൊന്നും ചെയ്തില്ല. ഷോറൂമിൽ നിന്ന് ഇറക്കി അതേ കണ്ടീഷനിൽ പേര് മാത്രം എഴുതി പോർട്ടിൽ ഓടാൻ വിട്ടതാണ്. അവിടെ അങ്ങനെ പാട്ടിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. വണ്ടി അവിടെ നിന്ന് 1 വർഷത്തെ ടെൻഡർ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ അപ്പോഴത്തെ നമ്മളെ രീതി അനുസരിച്ച് ചിലപ്പോൾ വണ്ടി വർക്കൊക്കെ ചെയ്ത് കൊമ്പൊക്കെ വെച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് അകത്ത് ഫുള്ള് പിക്സൽ കാര്യങ്ങളെല്ലാം ചെയ്ത് അതൊരു കിടിലൊരു ടൂറിസ്റ്റ് വണ്ടിയാക്കി ചെയ്തിറക്കി. അപ്പോഴത്തെ രീതി പോലെ. ഗായ്സ്, ഇന്ന് നമ്മളെ ഹിന്ദിക്കാരുടെ ട്രിപ്പ് ഇന്ന് ഡ്രോപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോകും. അപ്പോൾ ജിത്തുവിന് വിഷമം. ഹിന്ദിക്കാരെ വിട്ടു പിരിയണമുണ്ടും അതിലുള്ള അമ്മച്ചിമാരും മാമന്മാരും അപ്പൂപ്പന്മാരുമായിട്ടൊക്കെ അവൻ കമ്പനിയായി. മെയിൻ ഒരു അപ്പൂപ്പുണ്ട്, അപ്പൂപ്പനെ പിരിയണതിലാണ് അവന് വിഷമം. അവൻ്റെ പേരെന്തോന്ന്? ശശി. ഗായ്സ് അങ്ങനെയല്ല,
പാവം ഒരു അപ്പൂപ്പൻ, ശശി എന്ന് പേരുള്ള ഒരു അപ്പൂപ്പനാണ്. പിന്നെ ഇവന് അത്രയും കമ്പനി, ഇവന് പിന്നെ വൈകുന്നേരം എന്ന് വന്നാൽ അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അല്ല ഓറഞ്ചാണ് കൂടുതൽ കൊടുക്കണം ഇവന്. അത് എന്തിനാണ് കൊടുക്കണേന്ന് അറിയില്ല, ഇവൻ എപ്പോഴും വാച്ച് കഴിക്കാൻ കയറിയത് ഓറഞ്ച്. അപ്പോൾ ഗായ്സ് ഇന്ന് അവരെ വിട്ടുപിരിയാണ്, അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കും ഉണ്ട്. നല്ല സ്നേഹമുള്ള പാർട്ടിയായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് അവർ കന്യാകുമാരി നിന്ന് നാളെ അവർ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയോ അങ്ങനെ എന്തോണം പോകണം. ആണ് നമ്മളെ പാർട്ടി സ്റ്റേ വന്നത് കന്യാകുമാരിയിൽ. ഇതൊക്കെ നമ്മളെ പാർട്ടിയാണ് വണ്ടിയിൽ വന്നത്, എല്ലാവരും പാവമാണ്. പിന്നെ നമ്മളെ കിച്ചൺ ടീം ഭാഗത്തുണ്ട്, ഇതൊക്കെ കിച്ചൺ ടീമിലുള്ളവരാണ്. ഇവരൊക്കെയാണ് ജിത്തുവിൻ്റെ സഹായികൾ. ചെയ്യാനുള്ള പണിയാണ് ഇവർ രണ്ടുപേരും ചെയ്യണത്. പാവ എന്ത് ചെയ്യുക, ഇവൻ്റെ ശമ്പളം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും അക്കൗണ്ടിൽ അയച്ചു കൊടുക്കും. കണ്ട മേളിൽ ലഗേജ് ഉണ്ട്, മേളിൽ കയറി ലഗേജൊക്കെ എടുക്കണം നമ്മളെ ചിരി പയ്യാണ്. എന്തോ കാര്യം പറയാണ്, ലഗേജ് കൊണ്ടുപോകല്ലാണ്, എനിക്ക് വേണം അങ്ങനെ. നമ്മളെ ഇൻസ്റ്റാഗ്രാം നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സംഭവം ഞാൻ ലാംഗ്വേജ് പ്രശ്നമാണെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ജിത്തുവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങേര് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെ എല്ലാവർക്കും ജിത്തുവിനെയാണ് ഇഷ്ടപ്പെട്ടത്. ചേട്ടാ പിടിയോ, വേണ്ട, കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. എടേ ജിത്തു, ശമ്പളം ഇല്ല, അവർക്കങ്ങ് കൊടു. ഇതിനെ പിന്നെ എന്തിനു കൊണ്ട് നടക്കുന്നത്? തിരക്കിനെ കാണാനാ ശമ്പളം തരുന്നത്. നിങ്ങൾ ഇന്ന് വരെ അധ്വാനിക്കുന്ന ജിത്തുവിനെ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. അപൂർവ കാഴ്ചകളാണ് അധ്വാനിക്കുന്ന ജിത്തു. അധ്വാനം എന്ന് പറയണ ആ പെട്ടി തരണത് വാങ്ങിച്ച് തറയെ വയ്ക്കണതാണ്. ഇതേപോലെ മേളിൽ ലഗേജ് വയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മേളിൽ ലഗേജ് വയ്ക്കുന്നത്. റിസ്ക്കാണ്. അതിൻ്റെ മറ്റേ താഴത്തെ ആ ഒരു വീലിൻ്റെ അതെല്ലാം ഉണ്ട്, ആ ടയറിൻ്റെ അതെല്ലാം ഗ്ലാസ്സിലൊക്കെ തട്ടി പോറും എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട്. മേളിൽ ലഗേജ് കയറ്റാറില്ല. ഇതിപ്പം അത്രയും കിച്ചൺ ടീമിൻ്റെ സാധനം എല്ലാം ഉള്ളതുകൊണ്ടാണ്.